ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. ഹസ്ബൻഡ് കൊണ്ടുപോകാനുള്ള കടലക്കറിയാണ് അടുപ്പിലിരിക്കുന്നത്. ഇത്തിരി സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ തിരുമ്മി കൂട്ടിനുള്ള പൊടി നനച്ച് വെച്ചു. ഈ സമയം കൊണ്ട് തന്നെ കടല വെന്ത് കിട്ടിയിട്ടോ, നന്നായി വെന്തിട്ടുണ്ട്. കുറേ സമയം വിസിലടിച്ചതിന് ശേഷമാണ് വെന്ത് കിട്ടിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കടല വേവുന്ന സമയം കൊണ്ട് കടല ഇറക്കാനുള്ള ചെറിയുള്ളിയും മറ്റ് പൊടികളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ നമുക്ക് ചെയ്യാൻ. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചു, ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാക്കി മസാലയൊക്കെ എടുത്ത് വെച്ചത് കാരണം അത്ര ബുദ്ധിമുട്ടില്ല. അപ്പം അതിന് കടുകിട്ടു, എണ്ണ ചൂടായി കടുകിട്ടു. അപ്പം ഞാൻ കടല വേവിക്കുമ്പോൾ അതിൽ ഒരു സവാളയും ഒരു അര തക്കാളിയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടിരുന്നു. ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത്. വേറെ മസാലകളൊന്നും കടലക്കറിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കടുക് വറക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മസാലകളൊക്കെ ഇട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പാനിൽ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ടു. നല്ലോണം ഒന്ന് വഴറ്റി. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചെറിയുള്ളി ഇടുന്നത്. അത് നന്നായിട്ട് വഴന്നൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അത് കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെറിയുള്ളി അതിലിടാറുണ്ട്. ഞാൻ ഏകദേശം നന്നായി വഴന്നു വന്നു. അപ്പോൾ എടുത്തു വെച്ച മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്തിരി ചിക്കൻ മസാലപ്പൊടി ഇത്രയും ഞാൻ അതിലേക്ക് ഇട്ടു. അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ അതിനൊരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് എന്ത് ചെയ്തു, വേവിച്ച് വെച്ച കടല ഇട്ടു. നന്നായി ഇട്ടു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് ഹസ്ബൻഡിന് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് നന്നായി കുറുകാൻ വേണ്ടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി എല്ലാ മസാലകളും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റായി. ഇപ്പം ഏകദേശം തിക്കാണ് ഗ്രേവി, പക്ഷേ ഹസ്ബൻഡിന് കുറച്ചുകൂടെ തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം എന്ത് ചെയ്തു, ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി, നന്നായി തിളയ്ക്കുന്നുണ്ട്, ഒന്ന് ഇളക്കി വെക്കുകയാണ്. ഒന്നുകൂടെ തിളച്ച് ഒന്ന് തിക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ശേഷം ഞാൻ എന്ത് ചെയ്തു, അത് തിളച്ചതിന് ശേഷം അടച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അത് എൻ്റെ മാത്രം ഒരു ഇതാട്ടോ അടച്ചു വെക്കുന്നത്. ഞാനതൊന്ന് അടച്ചു വെച്ചു കേട്ടോ. ശേഷം ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറൊക്കെ അടുപ്പ് വെച്ചു. ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാത്രം എടുത്ത് ഇത്തിരി തേങ്ങയും, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ മതി. തേങ്ങ എടുത്തു, പൊടിയൊക്കെ നനച്ച് വെച്ചിരുന്നു. അത് ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയല്ലേ, അപ്പോൾ അത് നനച്ച് വെച്ചിരുന്നു. അത് എടുത്തിട്ട് സെറ്റാക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കടലക്കറി ഒന്ന് തിക്കാവുമല്ലോ. അപ്പം ഇപ്പം തന്നെ പോകാനുള്ള സമയമായി തുടങ്ങി. ഹസ്ബൻഡ് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ റെഡിയായി ഇരിക്കുകയാണ്. അപ്പം ഞാനതാ പുട്ടുപൊടി അതിൽ ഫില്ല് ചെയ്തു. ആ സമയം ഞാൻ ഇടയ്ക്കൊന്ന് നോക്കുകയും ചെയ്തു കേട്ടോ കടലക്കറി എന്തായെന്നുള്ളത്. നമ്മുടെ പുട്ടിതാ ഒറ്റെണ്ണം മതി, അത് വെച്ചു ഞാൻ. എന്നിട്ട് ഞാൻ ഒന്ന് കടലക്കറി നോക്കി. അപ്പോൾ അതാ ഏകദേശം നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ, ഗ്രേവി തിക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കുറച്ച് നേരം അടച്ച് വെച്ച്. അപ്പോൾ നമുക്ക് ആ മസാലയൊന്ന് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. അങ്ങനെ ഇതാ ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്തു ഞാൻ. ആ സമയം കൊണ്ട് നമ്മുടെ പുട്ട് റെഡിയായി. അങ്ങനെ പുട്ടും കറിയും റെഡിയായി. ഞാനത് പുട്ട് പാത്രത്തിലേക്ക് ആക്കി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കറി ആ പാത്രത്തിൽ തന്നെ മതി എന്നാണ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ തയ്യാറായ കടലക്കറിയും കൂടെ എന്ത് ചെയ്തു, അതിലേക്ക് ആക്കി. പിന്നെ ഞാൻ ഏട്ടന് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വയ്ക്കാറുണ്ടെന്നും ഇത്തിരി മുന്തിരിങ്ങയും ക്യാരറ്റും വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.